ചൈനയിൽ നിന്നും ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് പലായനം ചെയ്തവരായിരുന്നു തൻ്റെ മാതാപിതാക്കൾ. പിതാവിന് പാചകത്തിൽ അതിവിദഗ്ധമുള്ളതിനാൽ അങ്ങനെയിരിക്കെ ഓസ്ട്രേലിയയിലെ കാൻബറയിലെ അമേരിക്കൻ എംബസിയിൽ അദ്ദേഹത്തിന് ഹെഡ് കുക്കായി ജോലി ലഭിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും അവർ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി. ആ കുടിയേറ്റത്തിന് മുൻപായി ഇരുവരുടെയും ദാമ്പത്യ ജീവിതം തുടങ്ങിയത് ഹോങ്കോങ്ങിലായിരുന്നു. അവിടെ വെച്ച് ഒരു ആൺകുഞ്ഞ് പിറന്നു. ആ കുഞ്ഞ് തൻ്റെ ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് 7 വയസ്സായപ്പോൾ അവനെ അവർ ഹോങ്കോങ്ങിലെ ചൈന ഡ്രാമ അക്കാഡമിയിൽ ചേർത്തു. അതൊരു സാധാരണ വിദ്യാലയമായിരുന്നില്ല. ആയോധന കല, അഭിനയം, സംഗീതം, ആക്രോബാറ്റിക്സ് ഇവയെല്ലാം അതികഠിനമായ വിദഗ്ധമായ പരിശീലനം നൽകുന്ന സ്കൂളായിരുന്നു. അങ്ങനെ അവൻ്റെ ബാല്യത്തിൽ നിന്ന് അവൻ യൗവനത്തിലേക്ക് കടന്നു. അവർ കുടിയേറി പാർത്ത ഓസ്ട്രേലിയയിലേക്ക് തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം വരുവാനായി തൻ്റെ കൂടെ പഠിച്ചിരുന്നവരുമായുള്ള ചങ്ങാത്തത്തിൽ ആ യൗവനത്തിലേക്ക് കടന്ന സമയം മുതൽ, പഠിച്ച സ്കൂൾ കാലഘട്ടം മുതൽ പരിശീലിച്ച മേഖലകളെല്ലാം അഭ്യാസം നിറഞ്ഞ, സാഹസികത നിറഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു. അവയെല്ലാം തന്നെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങി. 3 ബ്രദേഴ്സ് എന്ന പേര് കേട്ട ഒരു ചങ്ങാതമുണ്ടായിരുന്നു. മൂവരും ചേർന്ന് വളരെ സാഹസികത നിറഞ്ഞ സിനിമയിൽ തല കാണിച്ചു വരുന്ന ചില രംഗങ്ങളിലെല്ലാം ആദ്യം പ്രത്യക്ഷപ്പെട്ടു. അതൊന്നും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. അബദ്ധങ്ങൾ പിണയുന്ന, അടി വാങ്ങിക്കൂട്ടുന്ന, എന്നാൽ ഒരു സാധാരണക്കാരനായ ഒരു നായകനെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അതായത് കയ്യിൽ കിട്ടുന്ന കസേരയും മേശയും ഏണിയും എല്ലാം തൻ്റേതായ ആയുധമാക്കി അതിനെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു പോരാട്ട വീര്യമാക്കുന്ന തൻ്റേതായ ശൈലിയിൽ ആ സിനിമയെ കൊണ്ടുപോകുന്ന തരത്തിൽ ഒരു അതുല്യ പ്രതിഭയായി മാറി ജാക്കി ചാൻ എന്ന തൻ്റേതായ സ്വായത്തമായ ശൈലി. ദ നൺ അതർ ദാൻ ജാക്കി ചാൻ. കുട്ടിക്കാലത്ത് ജാക്കി കോങ് സാങ് എന്നായിരുന്നു അവൻ്റെ പേര്. പിന്നീട് കാലഘട്ടത്തിൽ പേരുകൾ മാറി മാറി വന്നു, ജാക്കി ചാൻ എന്നായി. 60 വർഷത്തിലേറെ നീണ്ട കരിയറിൽ 150-ലേറെ സിനിമകൾ. ഒരു നടൻ എന്നതിലുപരി അഭിനയം എന്ന കാര്യത്തിനേക്കാൾ കൂടുതലായി ഒരു സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഗായകൻ, അങ്ങനെ പല മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 20ഓളം സിനിമകളിൽ അഭിനയിച്ചു. 20ഓളം സിനിമകളിൽ അദ്ദേഹം സംവിധാനം ചെയ്തു. ഒരു ഗായകനായ നിലയിലും അദ്ദേഹം പേരെടുത്തു. ഇതിനെല്ലാറ്റിലുമുപരി 2004 മുതൽ ലോകമെമ്പാടുമുള്ള ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന യൂണിസെഫ് എന്ന സംഘടനയുടെ ബ്രാൻഡ് അംബാസിഡറായി ഇന്നും തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി ഒരു ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സിനിമയിൽ ഹാസ്യവും സ്റ്റണ്ടും ആക്ഷനും ഒരുപോലെ ആളുകൾക്ക് ഒരിക്കലും മടുക്കാത്ത രീതിയിൽ ജാക്കി ചാൻ സ്റ്റൈലിൽ രൂപകരിപ്പിച്ചത് അദ്ദേഹമാണ്. സിനിമകളിൽ ചിത്രീകരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അബദ്ധങ്ങളും അപകടരംഗങ്ങളും, ബ്ലൂപ്പേഴ്സ്, ഔട്ട്ടേക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സാഹചര്യങ്ങളെല്ലാം സിനിമയുടെ ലാസ്റ്റ് എൻഡിങ്ങിൽ ചിത്രീകരിച്ചത് കാണിക്കുമ്പോൾ അത് ആളുകൾക്കിടയിലേക്ക് ആദ്യം കൊണ്ടുവന്നത് ഒരു ജാക്കി ചാൻ സ്റ്റൈല് തന്നെയായിരുന്നു. പിന്നീട് 2016 സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ചുകൊണ്ട് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് അദ്ദേഹത്തിന് ഓണററി ഓസ്കർ നൽകി ആദരിച്ചു. ഒരിക്കൽ നമ്മുടെ കേരള ഗവൺമെൻറ് കേരള ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആകുവാൻ വേണ്ടി ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അതിൻ്റെ ക്ഷണക്കത്ത് ലഭിച്ചപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പക്കൽ നിന്നും കളരി പയറ്റിനെ കുറിച്ചുള്ള ഒരു CD അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ദി മിത്ത് എന്ന പേരിൽ വളരെയധികം പേരെടുത്ത ആ സിനിമയിൽ ഒരു മലയാളം ഡയലോഗുകളോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നൊരു രംഗമുണ്ട്. അതിന് കാരണമായത് കണ്ണൂരിലെ കളരിപ്പയറ്റിലെ ഒരു വിദഗ്ധനായ ഒരാൾ നൽകിയ ഉപദേശത്തിലൂടെ കളരിപ്പയറ്റിനെ കുറിച്ച് കൂടുതൽ പറയുവാനും മനസ്സിലാക്കുവാനും അദ്ദേഹം പിന്നീട് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയില്ലെങ്കിൽ കൂടിയും ആ ഒരു സിനിമയിൽ കളരിപ്പയറ്റിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനും നമ്മുടെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ സിനിമകൾ ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അദ്ദേഹം നമ്മുടെ സിനിമയുടെയും ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്.
ഇന്നും വെള്ളിത്തിരയിൽ ജാക്കി ചാൻ എന്ന അതുല്യ പ്രതിഭയുടെ അദ്ദേഹത്തിൻ്റെ ആ ഹാസ്യം നിറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കയ്യിൽ കിട്ടിയത് എന്തും, കസേര, മേശ, ഏണി, എന്തുമായിക്കോട്ടെ, അതെല്ലാം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം ഒരു കഥ പറയുന്ന രീതിയിൽ തന്നെ കിട്ടുന്നതെല്ലാം ആയുധമാക്കി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ഒരേ സമയം ത്രില്ലടിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങളിൽ കൂടി തൻ്റെ സിനിമയെ കൊണ്ടുപോകുന്ന സ്വായത്തമായ ശൈലി അദ്ദേഹത്തിന് മാത്രമാണുള്ളത്. ആ രീതിയിൽ ഇനിയും ഒരുപാട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ ഇനിയും വെള്ളിത്തിരയിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. ഇനിയും അത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കും.